I was not the lucky one. You heard it right. People look at my current job and think I had a smooth ride. But my journey was not even close to smooth. പ്ലസ് ടു സയൻസിന് ശേഷം അത്യാവശ്യം തെറ്റില്ലാത്ത മാർക്ക് ഉള്ളതുകൊണ്ട് LBS വഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ BPharm അഡ്മിഷൻ കിട്ടി. ബട്ട് ലൈഫ് ഹാഡ് അതർ പ്ലാൻസ്. ഒരു ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ BPharm കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള JDT ഇസ്ലാം കോളേജ് ഓഫ് ഫാർമസി ചൂസ് ചെയ്തു. എനിക്ക് എൻ്റേതായ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. I had to be practical, you know. And honestly, that college made me who I am. BPharm കാലഘട്ടത്തിൽ ഞാനൊരു ക്ലാസ് ടോപ്പർ ഒന്നുമല്ല, പക്ഷേ സപ്ലിമെൻ്ററി ഒന്നുമില്ല, നോ ബാക്ക്ലോഗ്സ്. എന്നാലോ ഞാനൊരു സെലിബ്രിറ്റി സ്റ്റുഡൻറ്റും അല്ലായിരുന്നു. ജസ്റ്റ് someone quietly figuring out life. ആ BPharm ഡേയ്സിൽ എൻ്റെ ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡും എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് എൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജന മാഡം, ഇപ്പോഴും മാഡം അവിടെ ഉണ്ട്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു മാഡാണ്. ആ ഒരു മാഡം വിളിച്ചിട്ട് എന്നെ സ്കോൾഡ് ചെയ്തു, എനിക്ക് കുറച്ച് ഇൻസൈറ്റ്സ് തന്നു. See, she was right at that point, okay? I channeled everything into GPAT 2021 and secured All India rank 61. Dr. Anjana Madam and my college celebrated my victory and they gifted me a lot of gifts. That felt really good. GPAT All India rank 61 വെച്ചിട്ട് IIT BHU ഫാർമസ്യൂട്ടിക്സിന് അഡ്മിഷൻ കിട്ടി. അവിടെ അഡ്മിഷൻ എടുത്തു. ലേറ്റർ നൈപ്പർ JE 2021 ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. അതിൽ ഓൾ ഇന്ത്യ റാങ്ക് 194 കിട്ടി. ആ റാങ്ക് വെച്ചിട്ട് നൈപ്പർ ഹൈദരാബാദിൽ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിന് അഡ്മിഷൻ കിട്ടി. ഞാനത് ചൂസ് ചെയ്തു ബിക്കോസ് നൈപ്പർ ഈസ് മോർ ക്ലോസ് ടു ഫാർമ. MPharm സെക്കൻഡ് ഇയറിൽ ഡോക്ടർ റെഡ്ഡീസിന്റെ R&D സെന്ററിലോട്ട് ഇന്റേൺഷിപ്പിന് എനിക്ക് സെലക്ഷൻ കിട്ടി. ഇന്റേൺഷിപ്പ് ഒരു ഫുൾ ടൈം റോൾ ആയിട്ട് കിട്ടി. 2 കൊല്ലം 2 intense years in Dr. Reddy's taught me what real work looks like. Today I am at Novartis, a place I always dreamed of. But guys, let me tell you the truth. I am still hustling, still learning, still leveling up. My story is not a success story, it's a progress story. I am still on the way, guys.